സാക്ഷ്യം വഹിക്കുന്നത് ദശാബ്ദങ്ങളിലെ ഏറ്റവും വലിയ സൈനിക വിന്യാസത്തിനാണ്. പശ്ചിമേഷ്യയിലെ കരുത്തരായ ഇറാൻ അമേരിക്കയുമായുള്ള ഒരു നേരിട്ടുള്ള കരയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു എന്ന വാർത്തകൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. കേവലം വാക്കേറ്റങ്ങൾക്കപ്പുറം 10 ലക്ഷത്തിലധികം പോരാളികളെ അണിനിരത്തിക്കൊണ്ട് ടെഹ്റാൻ അവരുടെ സൈനിക നിലപാടിൽ വരുത്തിയ മാറ്റം ഒരു ആഗോള യുദ്ധഭീതിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വിശ്വസനീയമായ സൈനിക സ്രോതസ്സുകളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇറാൻ തങ്ങളുടെ സൈനിക ശേഷി ചരിത്രപരമായ തോതിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 10 ലക്ഷത്തോളം വരുന്ന സൈനികരെയും വോളണ്ടിയർമാരെയുമാണ് രാജ്യം യുദ്ധസജ്ജമാക്കിയിരിക്കുന്നത്. ഈ സമാഹരണത്തിൽ പ്രധാനമായും 3 വിഭാഗങ്ങളാണ് അണിനിരക്കുന്നത്. ഇറാന്റെ ഏറ്റവും കരുത്തുറ്റ സൈനിക വിഭാഗമായ IRGC തങ്ങളുടെ മിസൈൽ യൂണിറ്റുകളെയും സ്പെഷ്യൽ ഫോഴ്സിനെയും അതിർത്തികളിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇറാന്റെ സന്നദ്ധ സൈനിക വിഭാഗമായ ബസീജിലേക്ക് യുവാക്കളുടെ വൻ ഒഴുക്കാണ് ദൃശ്യമാകുന്നത്. രാജ്യസ്നേഹവും പ്രതിരോധവും മുൻനിർത്തി 10,000-കണക്കിന് സാധാരണക്കാർ റിക്രൂട്ട്മെന്റ് സെന്ററുകളിൽ എത്തുന്നു. രാജ്യത്തിന്റെ ഔദ്യോഗിക സൈന്യവും ഈ വിന്യാസത്തിൽ പങ്കുചേരുന്നു. ഇതൊരു ടോട്ടൽ വാർ സാഹചര്യം ഇറാൻ മുൻകൂട്ടി കാണുന്നു എന്നതിന്റെ തെളിവാണ്. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഒരു കരയാക്രമണം ഉണ്ടായാൽ അത് പ്രധാനമായും തെക്കൻ ഇറാന്റെ തീരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളാണ് ഈ നീക്കത്തിന് പിന്നിൽ. പേർഷ്യൻ ഗൾഫും ഹോർമുസ് കടലിടുക്കും ഉൾപ്പെടുന്ന ഈ പ്രദേശം തന്ത്രപരമായും സാമ്പത്തികമായും ലോകത്തിന്റെ തന്നെ നാഡീമിടിപ്പാണ്. അമേരിക്കൻ സൈന്യം ഇറാനിയൻ മണ്ണിലേക്ക് നേരിട്ട് പ്രവേശിക്കാനുള്ള സാധ്യതകൾ ചർച്ചയാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഒരു വൻ മനുഷ്യമതിൽ തീർക്കുക എന്നതാണ് ഇറാന്റെ ലക്ഷ്യം. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിലൂടെ അമേരിക്കയെ തളർത്തുക എന്ന തന്ത്രമാണ് ടെഹ്റാൻ പയറ്റുന്നത്. ഈ സൈനിക നീക്കത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ വശം ജനകീയ പങ്കാളിത്തമാണ്. ഇറാനിലെ പള്ളികൾക്കും കമ്മ്യൂണിറ്റി സെന്ററുകൾക്കും കീഴിലുള്ള റിക്രൂട്ട്മെന്റ് കേന്ദ്രങ്ങളിൽ യുവാക്കളുടെ തിരക്ക് വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. സൈനിക സേവനം നിർബന്ധമല്ലാത്ത സാഹചര്യത്തിൽ പോലും ഒരു വിദേശ ശക്തിയുടെ കടന്നുകയറ്റത്തെ തടയാൻ സാധാരണക്കാർ മുന്നോട്ട് വരുന്നത് ഇറാന്റെ പ്രതിരോധത്തിന് കരുത്തേകുന്നു. ഇറാൻ US നേരിട്ടുള്ള യുദ്ധമുണ്ടായാൽ അത് ലോകക്രമത്തെ മാറ്റിമറിക്കുമെന്ന് ഉറപ്പാണ്. കാരണം ഹോർമുസ് കടലിടുക്ക് തടസ്സപ്പെട്ടാൽ ആഗോള എണ്ണവില കുതിച്ചുയരുകയും ലോകം വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയും ചെയ്യും. ഇറാന്റെ സഖ്യകക്ഷികളായ ഹിസ്ബുള്ള, ഹൂതികൾ തുടങ്ങിയ ഗ്രൂപ്പുകൾ കൂടി സജീവമാകുന്നതോടെ യുദ്ധം പശ്ചിമേഷ്യ മുഴുവൻ പടരും. വൻ ശക്തികൾ ഇടപെട്ട് പരിഹരിക്കാത്ത പക്ഷം ഒരു സൈനിക സമാഹരണം ഒരു 3ാം ലോക മഹായുദ്ധത്തിന്റെ കനലായി മാറിയേക്കാം. അതിനിടെ ഇറാൻ പിന്തുണയുള്ള മിലിഷ്യകൾ ഉപയോഗിക്കുന്ന ഹ്രസ്വദൂര കാമികാസെ ഡ്രോണുകൾ ഇറാഖിലെ ഒരു അമേരിക്കൻ സൈനിക താവളത്തെ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയെന്ന വിവരങ്ങൾ മേഖലയിൽ സുരക്ഷാ സാഹചര്യത്തെക്കുറിച്ച് ഗൗരവമായ ആശങ്ക ഉയർത്തുന്നു. ഈ ആക്രമണത്തിൽ ഒരു US ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററും ഒരു പ്രധാന വ്യോമ പ്രതിരോധ റഡാറും ലക്ഷ്യമിട്ടതായി കരുതപ്പെടുന്നു. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഫസ്റ്റ് പേഴ്സണൽ വ്യൂ ഡ്രോൺ ദൃശ്യങ്ങൾ ഈ സംഭവത്തിന് കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുക്കുകയാണ്. പ്രചരിക്കുന്ന വീഡിയോയിൽ കുറഞ്ഞ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു കോമ്പൗണ്ടിനുള്ളിൽ പാർക്ക് ചെയ്തിരിക്കുന്ന 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകൾ കാണാം. ഡ്രോൺ അതിവേഗത്തിൽ അവയിലേക്ക് അടുക്കുകയും പ്രധാന റോട്ടറിന് സമീപം എത്തുകയും ചെയ്യുന്ന ദൃശ്യം വ്യക്തമായി കാണാം. സ്ഫോടനം നടക്കുന്നതിന് മുൻപുള്ള വീഡിയോ വിച്ഛേദിക്കപ്പെടുന്നതിനാൽ യഥാർത്ഥ നാശനഷ്ടത്തിന്റെ അളവ് വ്യക്തമല്ലെങ്കിലും കുറഞ്ഞത് ഒരു ഹെലികോപ്റ്റർ എങ്കിലും കേടുപാടുകൾ സംഭവിച്ചിരിക്കാമെന്നതാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇത്തരം FPV ഡ്രോണുകൾ ചെലവ് കുറഞ്ഞതും കൃത്യതയേറിയതുമായ ആയുധങ്ങളായി മാറിയിരിക്കുന്നതും പരമ്പരാഗത സൈനിക സംവിധാനങ്ങൾക്ക് പുതിയ വെല്ലുവിളി ഉയർത്തുന്നതുമാണ് ഈ സംഭവം വീണ്ടും വ്യക്തമാക്കുന്നത്. ഈ ആക്രമണം നടന്നതായി തിരിച്ചറിഞ്ഞിരിക്കുന്ന സ്ഥലം വിക്ടറി ബേസ് കോംപ്ലക്സ് എന്നറിയപ്പെടുന്ന അമേരിക്കൻ സൈനിക കേന്ദ്രമാണ്. ബാഗ്ദാദ് ഇന്റർനാഷണൽ എയർപോർട്ടിന് സമീപമുള്ള ഈ താവളം അമേരിക്കൻ സൈന്യത്തിന് തന്ത്രപ്രധാനമായ കേന്ദ്രമായി കണക്കാക്കപ്പെടുന്നു. ലക്ഷ്യമിട്ട ഹെലികോപ്റ്റർ സൈക്കോസ്കൈ UH-16 ബ്ലാക്ക് ഹോക്കിന്റെ HM-60M മെഡ്വാക്ക് വകഭേദമായിരിക്കാമെന്നാണ് സൂചന. എന്നാൽ സാധാരണയായി മെഡിക്കൽ ഉപയോഗം സൂചിപ്പിക്കുന്ന റെഡ് ക്രോസ് അടയാളങ്ങൾ ദൃശ്യങ്ങളിൽ നിന്ന് നീക്കം ചെയ്തതായാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത്. ഇത് യുദ്ധ സാഹചര്യങ്ങളിൽ മെഡിക്കൽ അടയാളങ്ങൾ പോലും സുരക്ഷിതമല്ലാത്തതിനെ സൂചിപ്പിക്കുന്നതാണ്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന മറ്റൊരു വീഡിയോയിൽ പറന്നുയരുന്ന ഒരു യുദ്ധവിമാനത്തിന് സമീപം പെട്ടെന്ന് ഒരു മിന്നൽ പോലുള്ള സ്ഫോടനം നടക്കുന്നതായി കാണാം. തുടർന്ന് വിമാനം അസ്ഥിരമാകുന്നതും പുകവിടുന്നതുമായ ദൃശ്യങ്ങളും പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇത് ഒരു ആകാശ ഏറ്റുമുട്ടലിന്റെ സൂചനയായി ചിലർ വിലയിരുത്തിയെങ്കിലും ഈ ദൃശ്യങ്ങൾ സ്വതന്ത്രമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല.
മുൻകാലങ്ങളിലും സമാനമായ അവകാശവാദങ്ങൾ സ്ഥിരീകരിക്കപ്പെടാതെ പോയിട്ടുള്ളതിനാൽ ഇത്തരം വിവരങ്ങൾ സൂക്ഷ്മതയോടെ സമീപിക്കണമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആധുനിക യുദ്ധത്തിന്റെ സ്വഭാവത്തിൽ സംഭവിക്കുന്ന വലിയ മാറ്റങ്ങൾ വ്യക്തമാണ്. വലിയ സൈനിക സജ്ജീകരണങ്ങളെയും വില കൂടിയ ആയുധങ്ങളെയും മറികടന്ന് ചെറുതും കൃത്യതയേറിയതുമായ ഡ്രോണുകൾ ഇപ്പോൾ യുദ്ധഭൂമിയിലെ നിർണായക ഘടകങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പരമ്പരാഗത സൈനിക ശക്തികളുടെ മേൽക്കോയ്മയെ ചോദ്യം ചെയ്യുകയും ഭാവിയിലുള്ള യുദ്ധങ്ങൾ കൂടുതൽ അസമമായതും അനിശ്ചിതത്വപൂർണവുമായതുമാകുമെന്ന് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്.